സുഖമായിരിക്കുന്നുണ്ടോ? ഓക്കെ, എല്ലായിടത്തും മഴയൊക്കെ നന്നായിട്ട് പെയ്തില്ലേ? ഇന്നലെ ഒരു തോർച്ച ഉണ്ടായിരുന്നു. ഇന്നിപ്പോ രാവിലെ ഒക്കെ മഴ തന്നെ. അതെ. ഇന്നലെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ. ഇന്നേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ ഒക്കെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തില്ലേ? നല്ലപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ ഇന്നത്തെ സെഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓൾറെഡി നമുക്ക് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്ന AR സാറിന്റെ സെഷനാ വരുന്നത്. സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും ഷോപ്പിംഗ് നടത്തുന്നവരാണല്ലേ? ആരെങ്കിലും ഉണ്ടോ ഷോപ്പിംഗ് നടത്താത്തവര്? ഉണ്ടോ? ഇല്ല, എല്ലാരും നടത്തുന്നു. യെസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നവരാണ്. സോ ഇന്നത്തെ ടോപ്പിക്കും ഷോപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലെറ്റ്സ് ഷോപ്പ് മൈൻഡ്ഫുള്ളി. അതായത് നമുക്ക് നല്ല ശ്രദ്ധിച്ച് ഷോപ്പ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? അത്രയും ശ്രദ്ധിച്ച് ഷോപ്പിംഗ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ AR സാറിന്റെ സെഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ AR സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ, പ്ലീസ് വെൽക്കം. So, dear team, happy morning. Morning. Happy morning, sir. Okay, good. Happy morning. Okay, that's good. ജസ്റ്റ് എനിക്ക് എല്ലാവരും ജസ്റ്റ് ഒരു വെൽക്കം പറയാമോ? ഒന്ന് പറ്റുന്നവർ വോയിസ് ആയിട്ട് പറയാം, അല്ലാത്തവര് ജസ്റ്റ് ചാറ്റ് ബോക്സിലായിട്ടാണെങ്കിലും ഒന്ന് പറയാമോ? വെൽക്കം സാർ. വെൽക്കം സാർ. Welcome. വെൽക്കം Yeah, സാർ. sir. Magic morning, welcome. That's good. ഞാൻ നിങ്ങൾ എത്രമാത്രം ഇവിടെ അവൈലബിൾ ആണ് എന്നൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ചെറിയൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു മൈൻഡ്ഫുൾ ബയർ ആവാം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ആരാണ് ഈ മൈൻഡ്ഫുൾ ബയർ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ഷോപ്പർ ആർക്കെങ്കിലും എന്ന് പറയാൻ പറ്റുമോ? എന്താണ് മൈൻഡ്ഫുൾ ബൈയിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ഈ മൈൻഡ്ഫുൾ ബയർ അല്ലെങ്കിൽ ഷോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിന് ഉത്തരം പറയാം. മൈൻഡ്ഫുൾ ബയർ മേക്സ് പർച്ചേസിംഗ് ഡെസിഷൻ വിത്ത് ക്ലാരിറ്റി. എന്താണ് വാങ്ങേണ്ടത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഡെസിഷൻസ് ക്ലാരിറ്റിയോട് കൂടെ ആയിരിക്കും ആൾ ചെയ്യുന്നുണ്ടാവുക. അവയർനെസ് ആൻഡ് പേർപ്പസ്, നോ പ്രഷർ ഓർ ഇമ്പൾസ് ആൻഡ് നോ ലേറ്റർ റീഗ്രെറ്റ്. പിന്നീട് ആലോചിച്ചിട്ട് അതിന്റെ പേരിൽ ഒരു റീഗ്രെറ്റും ഉണ്ടാവില്ല. കൃത്യമായ അവയർനെസ്സോടുകൂടെ, പേർപ്പസോടുകൂടെ, ക്ലാരിറ്റിയോടുകൂടെ ഡെസിഷൻ എടുത്തിട്ട് മാത്രം ബയർ ആകുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ ഒരു സെഷനോട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്കൊരു മൈൻഡ്ഫുൾ ബയർ ആവാം എന്നുള്ളൊരു ഡിസ്കഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം എന്തുകൊണ്ടൊക്കെയാണ് പൊതുവെ ആളുകൾ വാങ്ങാറുള്ളത്, അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൊരു ബേസിക് സൈക്കോളജിക്കൽ കാരണങ്ങൾ എന്തൊക്കെയാണുള്ളത്? പ്രധാനമായിട്ടും 5 ട്രിഗേഴ്സ് ആണുള്ളത് എന്ന് പറയുന്നത്. ഒന്ന്, ഫിയർ, പേടി കാരണമാണ് നമ്മൾ പലപ്പോഴും പേർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ സാധനം തീർന്നു പോകുമോ? അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ട്രിഗേഴ്സ് ഒക്കെ മാർക്കറ്റിങ്ങിലൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സെയിൽസിലൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ചില ടൂളുകളാണ്. ഇപ്പൊ ഞാനിപ്പോ സെയിൽസിന്റെ ഒരു ആസ്പെക്ട്സിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഫിയർ, അത് തീർന്നു പോവോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വില കൂടുവോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചിട്ട് സാധനം കിട്ടാതെ വരുമോ എന്നുള്ളൊരു പേടി കാരണം ചിലപ്പോൾ ആളുകൾ പെട്ടെന്ന് വാങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റാറ്റസ്. ഇപ്പൊ ഇന്ന് നമ്മള് ഐഫോണിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഐഫോൺ പർച്ചേസ് ചെയ്യുന്നത് യൂത്ത് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇൻകമുള്ള ആളുകൾ എന്തല്ല, യൂത്ത് അല്ല. പക്ഷെ അത് ഒരു എന്താ പറയാ, സ്റ്റാറ്റസിന്റെ പ്രധാനപ്പെട്ട ഒരു സിമ്പിളായിട്ട് ഐഫോൺ മാറി എന്നുള്ള. അപ്പൊ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ആളുകൾ പ്രധാനമായിട്ടും പർച്ചേസ് ചെയ്യുന്നു. പിന്നെ ജസ്റ്റ് നമുക്കൊരു
പ്ലഷറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നൊരു അതുപോലെ മാളുകളിൽ പോവുക, അവിടെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. കാരണം ഒരു അധികം വെൽത്തി ആയ ആളുകളുടെ കൂടെ ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്. നമുക്ക് തന്നെ ഒരു ഫീലിംഗ് വരും. അതുപോലെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഔട്ടിങ് നടത്തുക. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മളും ഒരു വെൽത്തി പീപ്പിൾ ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. പിന്നെ ബിലോങ്ങിങ്, കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളായിട്ട് അത് ചെയ്യാതിരിക്കുന്ന എന്തിനാ എന്ന് പറയുന്ന ഒരു മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളായിട്ട് അത് ചെയ്യാതിരിക്കുന്ന എന്തിനാ എന്ന് നമ്മൾ പോലും ആലോചിക്കാതെ നമ്മൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ വാങ്ങുന്നത്, അല്ലെ? പ്രധാനമായിട്ടും വാങ്ങുന്നത്. എന്നാൽ എന്തിനൊക്കെ നമുക്ക് വാങ്ങാം, എന്തിനൊക്കെയാണ് നിർബന്ധമായിട്ടും സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്? ഒന്ന് ഫങ്ഷനാലിറ്റി. നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും വാങ്ങേണ്ടി വരും. നമുക്ക് ഗ്രോസറി ഐറ്റംസ് പലതും വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫേർണിച്ചേഴ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മള് ചില എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഒരു ഒരു ബിസിനസ് മാൻ ആണ്, നന്നായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലെവലിലുള്ളൊരു കാറോ അല്ലെങ്കിൽ ആ ലെവലിലുള്ളൊരു കോസ്റ്റ്യൂംസോ കാര്യങ്ങളോ വേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമ്മുടെ ഒരു ബിസിനസ്സിനെയും കാര്യങ്ങൾ അപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഒരു ഒരു പ്രൊഫഷണൽ ലുക്കിന് വേണ്ടിയിട്ടൊക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി പേർച്ചേസ് ആയിട്ടും നമുക്ക് അതിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോ ഇപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ മാർക്കറ്റിംഗ്, അല്ലെ, അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ആളുകൾ അല്ലെങ്കിൽ സെയിൽസിന്റെ ഒരു ആസ്പെക്ട്സിലും കൂടെ നമ്മൾ മൈൻഡ്സിനെ പലപ്പോഴും അവർ ഗ്രാബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെ? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അർജൻസി ട്രാപ്പുകൾ ഉണ്ടാവും. ആകെ 3 സാധനങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഓഫർ 2 ദിവസത്തിന്റെ ഓഫർ തീരും, പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇനി ഓണത്തിന്റെ ഒരു സീസൺ വരാനുണ്ട്. ഓണത്തിന്റെ സീസണിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂ ഇയറിന് വരുന്ന സമയത്ത് ന്യൂ ഇയർ മെഗാ സെയിൽ ഉണ്ടാവും. എല്ലാ പ്ലാറ്റ്ഫോംസിലും ന്യൂ ഇയർ മെഗാ സെയിൽസ് ഉണ്ടാവും. ഇതിലൊക്കെ ഒരു ഓഫർ പെട്ടെന്ന് തീരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡെസിഷൻസിന്റെ അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതുപോലെ ഒരുപാട് റിവ്യൂസ്, ഒരുപാട് വീഡിയോസ്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോറികളിൽ ഇപ്പോ അധിക ബ്രാൻഡുകളും മാർക്കറ്റ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പൊ ആ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഇത്തരം പ്രോഡക്ട്സിനെ യൂസ് ചെയ്യുന്നു, അവർ അതിനെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന തോന്നലിൽ നിന്നും നമ്മൾ ഇത്തരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും ഏർജ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ടും ഏർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം മാർക്കറ്റിംഗ്, അതുപോലെ നമ്മളെ ഡെസിഷൻ അല്ലാതെ, നമ്മളായിട്ട് എടുക്കുന്ന പല ഡെസിഷൻസ് കൊണ്ടല്ലാതെ നമ്മൾ പലപ്പോഴും ബൈയിങ് അല്ലെങ്കിൽ ഷോപ്പിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരും ഉത്തരം പറയാം. എന്താണ് വാണ്ട് അല്ലെങ്കിൽ എന്താണ് നീഡ് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് നമ്മുടെ വാണ്ട്? അത്യാവശ്യ സാധനങ്ങൾ. ഓക്കെ, ഗുഡ്. ഭക്ഷണം, വസ്ത്രം, വീട്, ഇത് വാങ്ങാൻ. ഓക്കെ, കറക്റ്റ് തന്നെയാണ് ആ പറഞ്ഞത്. നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്നർത്ഥം. വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ളത് എന്നർത്ഥം. അപ്പൊ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വസ്ത്രം, നമ്മൾ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫുഡ്, ബില്ല്, ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ആ ഒരു സാധനം, അതിനാവശ്യമായിട്ടുള്ള സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായ പ്ലഷർ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകും. ഇത്തരം കാര്യങ്ങളാണ് നീഡ് എന്ന് പറയുന്നത്. വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങാൻ ചിലപ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും അവൻ ഒരുപാട് ആഗ്രഹത്തോടെ വാങ്ങിയൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ചില മൊബൈൽസിനെ കുറിച്ച് പറയുന്നുണ്ടാവും. ചില പെർട്ടിക്കുലർ മൊബൈൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെ, പക്ഷെ ചില പെർട്ടിക്കുലർ മൊബൈൽ അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ വാഹനങ്ങൾ, അപ്പൊ അതൊക്കെ ഒരു പാഷൻ അല്ലെങ്കിൽ അത്രയും എൻ്റെ ഒരു ഹോബിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ വാണ്ടിലാണ് വരിക. അപ്പൊ അത് വാങ്ങാൻ നമുക്ക് അതിനോടൊരു കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റും
ഒരു ഇമോഷണൽ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് എത്ര പെട്ടെന്ന് വാങ്ങാൻ പറ്റുമോ അത്ര പെട്ടെന്ന് വാങ്ങുക എന്നുള്ളതായിരിക്കും നമ്മുടെ മൈൻഡിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനെ കുറിച്ച് ഉണ്ടാവാം. ഇതാണ് നീഡ്സും വാണ്ട്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ നമ്മള് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏതൊരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു നീഡാണോ അല്ലെങ്കിൽ ഇതൊരു വാണ്ടാണോ എന്നുള്ളതിനെ ആണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. ഇനി നമുക്ക് അത്രയും ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആയിട്ടുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാണ്ടിലും കാര്യങ്ങൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ മണി സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങാം. പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും നിർബന്ധമായിട്ടും എന്തിൽ മാത്രമേ വാങ്ങാൻ വേണ്ടി പാടുള്ളൂ, ഈ പറയുന്ന നീഡിന്റെ കാര്യത്തിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇന്നത്തെ ഒരു യൂത്തിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു പറയുന്ന ഒരു മൈൻഡ് സെറ്റ്. ഇപ്പൊ തന്നെ പെട്ടെന്ന് അത് പർച്ചേസ് ചെയ്തെടുക്കാം. ഞാനൊരു സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി, സൂപ്പർ മാർക്കറ്റ് ഇന്നൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റം വാങ്ങാൻ വേണ്ടി പോയതാണ്. ആ പോയ സമയത്താണ് ഒരു പെർട്ടിക്കുലർ ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു ടോയ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ വാശി പിടിക്കും. അപ്പൊ അവർക്ക് അത് അപ്പൊ തന്നെ കിട്ടണം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും അല്ലെ. ചെറിയ കുട്ടികളാകുന്ന സമയത്ത് ആ ടോയ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ സ്റ്റോറിന്റെ തൊട്ടുപുറത്താണ് അവന്റെ ഡോക്ടറെ ക്ലിനിക്കിന് തൊട്ടുപുറത്താണ് അവന്റെ ഷോപ്പ് ഉള്ളത്. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പരിശോധിക്കും, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ. അപ്പൊ അവനെന്ത് ചെയ്യും, ഡോക്ടറുടെ കൺസൾട്ടിങ് ടൈം ആയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ കാണുന്ന രീതിയിൽ ടോയ്സ് അധികമായിട്ട് എന്ത് ചെയ്യും, ഈ വഴിയിൽ കൊണ്ടുവന്നിട്ട് അവൻ പ്ലേസ് ചെയ്യും. ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഇനി എന്ത് ചെയ്യും, അവൻ കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവന്ന് വെക്കും. അവൻ എന്താ വെച്ചാൽ ഇവർ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാശി പിടിക്കും, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ വാശി പിടിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിനാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം ലേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുന്ന പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, അവരുടെ ബഡ്ജറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അവരെ ഫിനാൻസിങ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രക്ചേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്ര അൺഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. എന്നാൽ നമ്മളിപ്പോ വാങ്ങണ്ട, അല്ലെങ്കിൽ പിന്നീട് വെയിറ്റ് ചെയ്തിട്ട് വാങ്ങാൻ റെഡിയാണ്. ഇപ്പോൾ പല ഫാമിലികൾക്കുള്ള ഉണ്ടാവുന്ന ഒരു ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഒരു യൂത്തിൽ വരുന്ന ഒരാൾക്കുള്ള ആഗ്രഹം, എനിക്കൊരു ബൈക്ക് വാങ്ങണം. അപ്പൊ ഒരാൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ യൂത്ത് ചെയ്യുന്ന ഒരു കാര്യം, അവർ ജോലിക്ക് കയറി അടുത്ത ദിവസം തന്നെ പോയിട്ട് എന്ത് ചെയ്യും, ബൈക്ക് വാങ്ങും. ജോലി ഫസ്റ്റ് സാലറി കിട്ടിയാൽ തന്നെ അവരെങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഫിനാൻസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ബൈക്ക് വാങ്ങും. അത് അവർക്ക് ജോലിക്ക് പോകാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടില്ല എന്നല്ല, പക്ഷെ കൂടുതൽ ആളുകളും അവരുടെ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ സാലറിക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫിനാൻസ്, ഇതിന്റെ EMI അതിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യാറുണ്ടാവും. അതേ സമയത്ത് ചില ആളുകൾ ഇല്ല, കുറച്ചുകൂടി കഴിയട്ടെ, എൻ്റെ കയ്യിലുള്ള സേവിങ്സ് ഇത്രയാവട്ടെ എന്നിട്ട്, കാരണം ഇത്തരം കാര്യങ്ങളിലാകുന്ന സമയത്ത് എൻ്റെ എക്സ്പെൻസ് കൂടും, ഞാൻ ഒരു 1 lakhന്റെ അല്ലെങ്കിൽ 150യുടെ ഒരു ബൈക്ക് വാങ്ങി കഴിഞ്ഞാൽ എനിക്ക് മാസാമാസം എക്സ്ട്രാ ഇപ്പോൾ ഉള്ളതിനേക്കാളും മിനിമം ഒരു 4000-5000 രൂപ എനിക്ക് എക്സ്പെൻസ് കൂടും എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് വാങ്ങി വെക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പൊ ബേസിക്കലി നമുക്ക് ഫിനാൻഷ്യലി ഒരു നല്ലൊരു ഷോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനുവേണ്ടി പറയാൻ പറ്റുന്ന ഒരു 1-2 ടൂളുകളുണ്ട്. അതിലൊന്നാണ് 24 hour റൂൾ. നമുക്കൊരു സാധനം നമ്മൾ ഷോപ്പ് പോയി, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, ഇപ്പൊ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാവും, എന്തൊക്കെ വാങ്ങേണ്ട ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം, അത് ഇപ്പൊ വാങ്ങണ്ട, അടുത്ത തവണ വരുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കാം. നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ ഇനിയും വരുമല്ലോ, എന്നിട്ട് പിന്നീട് നമ്മൾ ആലോചിക്കാതെ നമുക്ക് ആവശ്യമുണ്ടോ, അടുത്ത തവണ പോകുന്ന സമയത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ലോജിക്കലി ചിന്തിക്കാനുള്ള ഒരു കുറച്ചുകൂടെ സമയം നമുക്ക് കിട്ടും. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത്
കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും പല പല ആഡ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതെനിക്ക് ആവശ്യമുള്ളതാണ്, ഈ ഒരു സ്ക്രീൻ ഗാർഡ് എനിക്ക് ആവശ്യമുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഈ രീതിയിലൊരു ടൂള് എനിക്ക് കുറച്ചുകൂടി സുഖമായിട്ട് വർക്ക് ചെയ്യാൻ ഉപകാരപ്പെടില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒരുപാട് ടൂൾസ് കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 24 hour റൂൾ എന്ന് പറയാം. 24 hour നമ്മൾ ജസ്റ്റ് നമുക്ക് അതിനെ ഹോൾഡിൽ വെക്കാം. ഹോൾഡിൽ വെച്ച് കഴിഞ്ഞ ശേഷം അടുത്ത 24 hour ശേഷം നമ്മൾ വീണ്ടും ആലോചിക്കുക ഇതിപ്പോ എനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് ആലോചിക്കാൻ നമുക്ക് അത്രയും സമയം കിട്ടണം. ഓൺ ദി സ്പോട്ടിൽ നമ്മൾ അതിനെ പർച്ചേസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതിന് ഇത്ര ക്യാഷ് അല്ലേ ഉള്ളൂ, ഇത്ര ഒരു ജസ്റ്റ് 200 rupees അല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒരു 500 rupees അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്നതിന് പകരമായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഹോൾഡിൽ വെച്ചിട്ട് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് അത്യാവശ്യമുള്ള ഇല്ലാത്തൊരു കാര്യമാണോ ഇല്ലെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള കുറച്ചുകൂടെ സമയം കിട്ടുന്നുണ്ടാവും. അതുപോലെ 7-day റൂൾ, കുറച്ചുകൂടെ വലിയൊരു സാധനമാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 3000 രൂപയുടെ സാധനമാണ്, ഒരു പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോ എൻ്റെ ബഡ്ജറ്റിൽ ആ ഒരു സാധനം ഓക്കെ ആണ്, എനിക്ക് ഈ ഒരു മാസം അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു മാസത്തിന്റെ തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കൂടുതലുണ്ടാവും. അപ്പൊ സാലറി കിട്ടുന്ന ആളുകളാണെങ്കിൽ തുടക്കത്തിൽ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അപ്പൊ എന്ത് വാങ്ങാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ചിലപ്പോൾ അവരുണ്ടാവുന്നുണ്ടാവുക. അപ്പൊ അത്തരം ആളുകളും ഒരു 7 ദിവസം ഞാനൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു 7 day കഴിയുമ്പോഴായിരിക്കും അവരുടെ ഫിനാൻഷ്യലി പക്ക അവര് ഒരുപാട് അവർ EMIs അല്ലെങ്കിൽ അവർ മറ്റൊരുപാട് എക്സ്പെൻസും ഫാമിലി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് 7 day കഴിയുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഇത് വാങ്ങാനുള്ള ഒരു പക്ഷേ ബഡ്ജറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ ഒരു തുടക്കത്തിൽ ആ സാലറി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അഡ്രിനാലിൻ റഷും ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ക്യാഷ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എന്നായിരിക്കും ചിലപ്പോൾ അവരിത് വാങ്ങണം എന്ന് പറയുന്ന ഒരു തീരുമാനം അവർക്ക് വരുന്നത്. പക്ഷെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വൈസായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും. ഹലോ കമോൺ, എല്ലാരും ജസ്റ്റ് ഒരു ഹായ് പറയാമോ? ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഞാൻ ഇതില് അധികം ഇന്ററാക്ഷൻ ലെവലിലോട്ട് പോയിട്ടില്ല, അതുകൊണ്ടാട്ടോ ജസ്റ്റ് ഹായ് എന്ന് പറയുന്നത്. എനിക്കറിയാം ഇത് അധികം ഇന്ററാക്ഷൻ ലെവലിൽ പോയിട്ടില്ല എന്നുള്ളത്. അവസാനത്തിലോട്ട് കൂടുതൽ ഇന്ററാക്ഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഹൂ ഈസ് എ മൈൻഡ്ഫുൾ ബയർ അല്ലെ. എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുള്ളി ബൈ ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു മൈൻഡ്ഫുൾ ബയർ ആവണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന ഒരാളാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ചില ഹാബിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈനലായിട്ട്. ഫസ്റ്റ് വൺ, പ്ലാൻ ബിഫോർ യു സ്പെൻഡ്. സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. നമ്മൾ ഷോപ്പിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ, ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോപ്പിലോട്ട് പോകുന്ന സമയത്താണെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ കയ്യിലൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാവണം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഷോപ്പിംഗ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സാധനം പോലും നമ്മൾ പർച്ചേസ് ചെയ്യരുത്. ഇപ്പൊ ഞാനും വൈഫും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിലും പർച്ചേസ് ചെയ്യാൻ അവിടെ പോയി കഴിഞ്ഞാൽ വൈഫിന് ചിലപ്പോൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മളെ ലിസ്റ്റിൽ നമ്മൾ പ്ലാനിൽ അതില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ വാങ്ങാം. കാരണം അത്യാവശ്യമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അപ്പൊ തന്നെ വാങ്ങിയാലേ നമ്മുടെ ഉപയോഗം നടക്കുള്ളൂ. ആ രീതിയിലുള്ള സാധനങ്ങളൊന്നും ആവില്ല, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആവില്ല അധികം പറയുന്നത്. അപ്പോൾ അത് പിന്നീടിലോട്ട് നമ്മൾ ഡിലേ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വാങ്ങണോ വാങ്ങണ്ടേ, അല്ലെങ്കിൽ അപ്പൊ തോന്നുന്നൊരു ഒരു അതിനോട് നമുക്ക് വാങ്ങണം തോന്നുന്ന ഒരു താല്പര്യവും കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് ആ ഒരു ഫാന്റസി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിനോടും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ അനാവശ്യമായുള്ള ചെലവുകളൊക്കെ ഒഴിവാക്കാം. ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട്, നമ്മൾ പൊതുവെ ഷോപ്പിംഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തീരുമാനിക്കാനും ഉള്ളൊരു ടൂളാണ് നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്ലിപ്കാർട്ട്, ആമസോൺ അനാവശ്യമായിട്ട് നമ്മൾ പലപ്പോഴും നോക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് അനാവശ്യമായ രീതിയിലുള്ള ബ്രൗസിങ്ങും കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, മന്ത്ലി പ്ലാനിങ്, മന്ത്ലി ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും മന്ത്ലി പ്ലാൻസ് കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ
മന്ത്ലി ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു മന്ത്ലി ഒരു ഫിനാൻഷ്യൽ പ്ലാനും കൂടെ ഉണ്ടാക്കണം. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മളിപ്പോ സ്ഥിരമായിട്ട് നമുക്ക് മന്ത്ലി വരുന്ന ചെലവുകൾ ഉണ്ടാവും. ഇത്ര EMI, ചിലപ്പോൾ ഫീസ്, ചില റെന്റ്സ്, അത്ര കാര്യങ്ങൾക്കായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ചെലവുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഓരോ മാസവും മുന്നേ തന്നെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എനിക്ക് ഇത്ര കാര്യങ്ങളാണ് ഓൾറെഡി സ്പെൻഡിങ് ഉള്ളത്. ഇനി എൻ്റെ മറ്റ് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാം. അപ്പൊ അതിന്റെ മുമ്പെല്ലാം ഉണ്ടാവേണ്ട ഒരു പ്ലാന്, എനിക്ക് ഈ മാസം ഇത്രയാണ് ഇൻകം ഉണ്ടാവാൻ പോകുന്നത്, ഈ രീതിയിൽ സാലറി ഇത്ര വരാൻ സാധ്യതയുണ്ട്, മറ്റൊരു രീതിയിൽ എനിക്ക് ഇത്ര ഇൻകം വരാനുണ്ട് എന്നുള്ളതും കൃത്യമായി നമുക്ക് ഒരു മന്തിന്റെ തുടക്കത്തിൽ പ്ലാൻ വേണം. അതുപോലെ നമ്മൾ എന്തിനൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രോസറി 1 to 1 എഴുതാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു നോർമലി നമ്മൾ സാധാരണ ഇതിൽ പർച്ചേസ് ചെയ്യാത്ത ഹൈ വാല്യൂ കൂടുതൽ വിലയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓണത്തിന്റെ എനിക്ക് ക്ലോത്ത് പർച്ചേസ് ചെയ്യാനുണ്ട്, അതിന് ഇത്രയാണ് ചിലവ് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു മാസം ഞങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പൊ അതിലാണെങ്കിൽ എനിക്ക് ഇത്രയാണ് ചിലവ് വരുന്നുണ്ടാവുക എന്ന് തുടങ്ങിയിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ മന്ത്ലി നമ്മൾ ചെയ്യണം. അതുപോലെ ആ മന്ത് എൻഡില് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്ന കൂടെ വേണം. നമുക്ക് എവിടെയാണ് കൂടുതൽ സ്പെൻഡ് വന്നത്, അവിടെ നമ്മൾ എത്ര കുറക്കാനുണ്ട്, ഇനി കൂട്ടാനുണ്ടോ എന്നുള്ള ഇതിൽ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ അനാലിസിസും മന്ത്ലി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾക്കൊരു ഡിസിപ്ലിൻ നമ്മൾ പോലും അറിയാതെ വരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ ഒരു ഹാബിറ്റ് ആണ്. ഇപ്പൊ 2 ടൂൾസ് നമ്മൾ പറഞ്ഞു, 2 ഹാബിറ്റ്സ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആവാൻ അല്ലെങ്കിൽ ഈ ഒരു ബെസ്റ്റ് ഷോപ്പിംഗ്, മൈൻഡ്ഫുൾ ഷോപ്പിംഗ് ചെയ്യാനുള്ള ബെസ്റ്റ് ഹാബിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ്, പ്ലാൻ ബിഫോർ യു സ്പെൻഡ്, ഷോപ്പിംഗ് ലിസ്റ്റ് കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുക. മറ്റൊരു മന്ത്ലി പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്യുക. മൂന്നാമത്തെ ഒന്ന് യൂസ് 24 hour or 7 day റൂൾ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോ 24 മണിക്കൂറായിട്ട് ഒന്ന് നോക്കാം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഇതിന് വാങ്ങണോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ്. ഇപ്പൊ നമ്മൾക്ക് പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കട്ടോ. ഇപ്പോൾ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലൊക്കെ രണ്ടുപേരും കൂടെ ഉള്ള തീരുമാനങ്ങളായിരിക്കും. അപ്പൊ ഒരാൾക്ക് തന്നെ ഈ പറയുന്ന രീതിയിൽ ഫിനാൻഷ്യലി ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടോട്ടൽ ഒരു ഫാമിലി എക്സ്പെൻസിന് അത് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ ഒന്ന്, ഇത് പല ആളുകളും ചെയ്യുന്ന തന്നെ ആയിരിക്കും, ട്രാക്ക് സ്പെൻഡിങ്. എന്തിനാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ, ഈ രൂപ എന്തിനൊക്കെയാണ് നമുക്ക് സ്പെൻഡ് ആയത്, ഓരോ ഇൻകം എത്ര നമുക്ക് ഇൻകം കിട്ടി എന്നുള്ളതും, അത് എക്സ്പെൻഡിച്ചർ എന്തിനൊക്കെയാണ് എക്സ്പെൻഡിച്ചർ വരുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. എഴുതി വെക്കുന്ന ശീലമുള്ള ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ എക്സൽ യൂസ് ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ നമ്മൾ ഏതൊരു കമ്പനി, പല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, പല കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു കൃത്യമായ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അക്കൗണ്ട്സ് അവർ അത്രയും ഷെയറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മൾ നമ്മുടെ ഒരു അക്കൗണ്ട്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്പെൻഡിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാൻ പറ്റും എവിടെയാണ് നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് കുറയ്ക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെൻഡിങ് കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം. എഴുതി വെക്കാൻ പറ്റുന്ന എഴുതി വെക്കാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ. നമുക്ക് മന്ത്ലി ഇതിന്റെ റിപ്പോർട്ട് തരാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ബൈങ് ഫിൽട്ടർ ക്വസ്റ്റ്യൻസ്, ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് പറയാം. ആ ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മളൊരു പ്രോഡക്ട്സ് വാങ്ങുന്നതിന് മുമ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ. ഫസ്റ്റ്, ഡു ഐ നീഡ് ദിസ് നൗ? എനിക്കിത് ഇപ്പോ വേണം, ഞാൻ ഇപ്പൊ ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അടുത്ത മാസം വാങ്ങിയാലും ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം. ഇത് വാങ്ങിയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഈസ് ഇറ്റ് സോൾവിങ് എ റിയൽ പ്രോബ്ലം? ഇത് വാങ്ങിയോണ്ട് ശരിക്ക് പ്രശ്നമുണ്ടോ, അതോ എനിക്ക് ചില റീൽസോ കാര്യങ്ങളൊക്കെ കാണാം, ഇത് ഈ പ്രശ്നം എനിക്കും ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു ടൂൾ എനിക്കും വാങ്ങിയാൽ ഉപകാരപ്പെടല്ലോ എന്നുള്ളൊരു തോന്നൽ മാത്രമാണോ, അത് ശരിക്കും എനിക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടോ? മൂന്നാമത്തെ ഒരു കാര്യം, വിൽ ഐ റീഗ്രറ്റ് ദിസ്? ഇത് വാങ്ങി കുറച്ച് കഴിഞ്ഞാൽ, ഒരു 1 month കഴിഞ്ഞാൽ, ഒരു 2 month കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ പേരിൽ റീഗ്രറ്റ് വരുമോ, ഇത് വാങ്ങേണ്ടില്ലായിരുന്നല്ലോ, ഇത് വാങ്ങിയോണ്ട് എന്താ ഇപ്പൊ ഉപകാരം ഉണ്ടായത്, വിചാരിച്ച പോലെ ഒന്നും ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു റീഗ്രറ്റ് നമുക്ക് ഉണ്ടാവുമോ? നാലാമത്തെ ഒരു കാര്യം,
എൻ്റെ വാല്യൂസിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ആണോ ഇത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ഒരു ബൈങ് ഫിൽട്ടർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ സീരിയസ്ലി ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഷോപ്പിങ്ങിനെ പർച്ചേസ് ചെയ്യാൻ. ആറാമത്തെ ഒറ്റ കാര്യം കൂടെ പറയാം, നമുക്ക് വാങ്ങുന്ന സമയത്ത് ഒരു സന്തോഷമാണ് ഉണ്ടാവുന്നത് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാതെ നമുക്ക് വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഗിൽറ്റ് ഉണ്ടാവുന്നില്ല, ഒരു കുറ്റബോധം വാങ്ങേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആറാമത്തെ ഒരു ഹാബിറ്റ്സ്. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗിൽറ്റ് അടിക്കും, ഇത്ര ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടതില്ലായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നുന്ന പാടില്ല എന്നുള്ളതാണ് ആറാമത്തെ ഒരു ഹാബിറ്റ്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. അവസാനമായിട്ടൊരു ചെറിയൊരു ബഡ്ജറ്റ് റൂളും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, 50-30-20 ബഡ്ജറ്റ് റൂൾ എന്ന് പറഞ്ഞൊരു എലിസബത്ത് വാരന്റെ ഒരു ബഡ്ജറ്റ് റൂൾ ഉണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒരു മന്ത്ലി നമ്മൾ ചെലവഴിക്കേണ്ടത് 50% നമ്മളെ നീഡ്സ്, നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന 50% നമ്മൾ നീഡ്സിന് വേണ്ടി മാത്രം, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള റെന്റ്, ഗ്രോസറി ഐറ്റംസ്, ബില്ല്, നമുക്ക് യാത്ര ചെയ്യാൻ, വർക്കിന് പോകാൻ വേണ്ടിയിട്ട്, അത്തരം കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫീ അടക്കാൻ, അത്തരം കാര്യങ്ങൾക്കൊക്കെ 50% നമ്മളെ ഇൻകത്തിന്റെ 50% അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. 30% നമുക്ക് എന്റർടൈൻമെന്റ്സ്, അതുപോലെ നമ്മളെ ഡ്രസ്സ്, അതുമായി ബന്ധപ്പെട്ട നമുക്ക് വളരെ അത്യാവശ്യമല്ല എന്നാലും അത് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളൊരു സ്റ്റാൻഡേർഡ് ലിവിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 30% നമ്മുടെ ഇൻകത്തിന്റെ കാര്യം യൂസ് ചെയ്യാം. ബാക്കി 20% നമുക്ക് ഒന്നുകിൽ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, SIP പോലത്തെ, അല്ലെങ്കിൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇതാണ് 50-30-20 ബഡ്ജറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി കേൾക്കേണ്ടത്, ഇതിൽ ഒരുപാട് പ്രാക്ടിക്കലി ഇതിലൊരുപാട് ടൂളുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു ബഡ്ജറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറും കൂടെ കിട്ടിയാൽ അടിപൊളിയായി. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയാവോ? ഹലോ, കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളെ. ഓക്കെ, താങ്ക് യു. ടൈമിംഗ് ഓക്കെ ആണോ? ഹലോ, എന്താണ് ടൈമിംഗ് എങ്ങനെയാ നമ്മളുടെ? ഓക്കെ, നൗഫൽ സർ പറഞ്ഞോളൂ. താങ്ക് യു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ്, അതും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലളിതമായ രീതിയിൽ സാർ അവതരിപ്പിച്ചു. ആദ്യമായിട്ട് അതിന് താങ്ക് യു പറയാണ്. സാർ പറഞ്ഞത് വലിയ പോയിന്റുകളാണ്. അതായത് ലിസ്റ്റാക്കി കൊണ്ടുപോകുക എന്നത് അത് നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കറക്റ്റ് മനസ്സിലാവും. കാരണം നമുക്ക് കയ്യിലുള്ള തുക കറക്റ്റായിട്ട് ഓവറായിട്ട് നമ്മൾ എന്താക്കില്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കാണാം, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളാണ്, പണ്ടത്തെ കാലത്ത് പലചരക്കുകളല്ല. ഇപ്പം നമ്മൾ അവിടെ കയറുന്നവർ തന്നെ ഒരുപാട് ഡിസ്പ്ലേസ് ഉണ്ടാവും. നമുക്ക് കുട്ടികൾക്കും അതേപോലെ നമ്മൾ കൂടെയുള്ള ആളുകൾക്കൊക്കെ ആവശ്യമില്ലെങ്കിലും എന്നാലും അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് അത് ആ ഡിസ്പ്ലേ ചെയ്ത സാധനങ്ങൾ ഇങ്ങനെ എടുക്കുക. അതേപോലെ ട്രോളി ഉണ്ടാവും, ആ ട്രോളിയിൽ ഇങ്ങനെ വാരി വലിച്ചിടും. ഇപ്പം അറിയില്ല, ചിലപ്പോൾ 1000 രൂപയുടെ സാധനം വാങ്ങാനായിരിക്കും പോവുക, അല്ലെങ്കിൽ 200 രൂപയുടെ സാധനം വാങ്ങാൻ, അത്യാവശ്യമുള്ള സാധനം വാങ്ങാൻ പോയാൽ 500 രൂപയുടെ എക്സ്ട്രാ വാങ്ങിപ്പോവും. അപ്പോൾ അത് ഒഴിവായി കിട്ടും. അതൊരു വലിയൊരു പോയിൻ്റാണ്. അതേപോലെ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്, എൻ്റെ ജോലി ഒരു യാത്ര ആയതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാറില്ല. അപ്പോൾ അപ്പം ഒരു ഉപകാരം എന്താ വെച്ചാൽ, ഒന്നാമത് റെഡി പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. രണ്ടാമത് വെച്ചാൽ സ്ഥിരം നമ്മൾ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ എവിടെയൊക്കെ എന്താ വെച്ചെന്നുള്ളത് നമുക്കും അറിയാം, നമ്മളെ പിള്ളേർക്കും അറിയാം. അപ്പോൾ ഇവർ വേഗം ആ ഭാഗത്തേക്ക് പോകും. അത് നമ്മളൊരു ഹാബിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് വാങ്ങിപ്പോയാൽ നമുക്കൊരു ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും എടുക്കും. ഇപ്പോൾ നൂഡിൽസ് ആയാലും അതുപോലെ തന്നെ മക്രോണി, അതൊക്കെ ശരിക്കും അത്യാവശ്യമുള്ള സാധനങ്ങളല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഇടയ്ക്കൊക്കെ നമുക്കൊക്കെ ഉണ്ടാക്കാം എന്നല്ലാതെ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച സ്ഥലം എവിടെയെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ഓടിയിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾക്ക് അപ്പുറം ഈ സാധനങ്ങളോട് പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ്.
പിന്നെ ക്രെഡിറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ നമ്മളെ കയ്യിൽ പിന്നെ ചില ആളുകൾക്ക് സാലറി ഉള്ള ആളുകളായതുകൊണ്ടും മന്ത്ലി കിട്ടുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തെ പൈസ കയ്യിലുണ്ടെങ്കിൽ അടുത്ത പൈസ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റെഡി പേയ്മെൻ്റ് ആക്കിയിട്ട് കൊടുക്കുക. കാരണം ക്രെഡിറ്റ് ആകുമ്പോൾ നമുക്ക് എത്രയും വാങ്ങാം. അപ്പോൾ എന്താ വെച്ചാൽ അവസാനം വരുമ്പോഴാണ് അയ്യോ ഇതിപ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് തികയില്ലല്ലോ, ഇവിടെ കൊടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു സംഭവം വരും എന്നെൻ്റെ തോന്നൽ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെ ഒഴിവാക്കിയത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, ഞാൻ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുട്ടികൾ 2 പേരാണ്. എനിക്കൊന്ന് 4 വയസ്സും ഒരാൾ 7 വയസ്സും. അപ്പോൾ മൂത്ത ആളുകൾക്ക് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ മൂത്ത ആളോട് പറയും, ഞാൻ ഇന്ന സാധനം ആദ്യം പോകുന്നതിന് മുമ്പ് പറയും എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. ആ സാധനം പിന്നെ എൻ്റെ ബഡ്ജറ്റിൽ പരിധിയിൽ ഒതുങ്ങുന്നതാണെങ്കിൽ അത് വാങ്ങിത്തരാമെന്ന് പറയും, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയാൽ വാങ്ങിക്കൊടുക്കും. വേറൊരു കാര്യം പറയരുത് വാങ്ങിത്തരില്ല എന്ന് ഉറപ്പിച്ച് പറയും. പുറത്തേക്ക് കൊണ്ടുപോകില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, അത് ചെറിയ 4 വയസ്സിന് താഴെയുള്ള ആൾക്ക് പറ്റൂല, എന്നാലും അവരെ നമുക്ക് എന്താക്കാം ആ ഏരിയയിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ പർച്ചേസ് ഉണ്ടാക്കാം. നമ്മൾ കൂടെ 2 പേരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. വൈഫിനോട് പറയും മോനെയായിട്ട് ഈ ഭാഗത്തേക്ക് പോയിക്കോ, ഞാൻ അവിടെ പോയിട്ട് ആ സാധനം എടുക്കേണ്ടത് ആ ഭാഗത്ത് ഇന്ന സാധനം ഉണ്ട്, അപ്പോൾ ഇവനെ കൊണ്ടുപോയാൽ കച്ചറ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ എന്താക്കും അങ്ങനെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പിന്നെ വലിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ എന്താക്കും, പിന്നെ ഒരു മാസമെങ്കിലും സമയം എടുക്കും. അത്യാവശ്യം വലിയ എമൗണ്ടിൽ സാധനമാണെങ്കിൽ ഒരു എന്തായാലും ഒരു 15 ദിവസം അല്ലെ 20 ദിവസം. അതുകൊണ്ട് ഞാൻ ചില സാധനങ്ങൾക്ക് അത് ഒഴിവാക്കും. കാരണം അത്രയും കൂടുതൽ ചിന്തിക്കാൻ സമയം കിട്ടുന്നതുകൊണ്ട് അതൊരു അത്യാവശ്യം നീളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താക്കും അത് നമ്മൾ ഒഴിവാക്കാനുണ്ട്. അതേപോലെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ചിലപ്പോൾ സെക്കൻഡ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. അതേപോലെ ഇതിലും അപ്പുറത്തേക്കായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഇന്ന് കിട്ടി. അതിന് സാറിനോട് താങ്ക് യു പറയാണ്. താങ്ക് യു ഓൾ. ഞാൻ ഇത് പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള സമയം. ഇവന് ഒരു ഫോർ എക്സാമ്പിൾ 100 രൂപ കടം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കടം എനിക്ക് വീട്ടണല്ലോ. അപ്പോൾ പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, 150 രൂപ കടം വാങ്ങും. അപ്പോൾ എന്നിട്ട് അവൻ 100 രൂപ കടം വീട്ടും, ബാക്കി 50 രൂപ അവനക്ക് ലാഭം. അപ്പൊ പിന്നെ അവനക്ക് 150 രൂപ കടമായി കഴിഞ്ഞാൽ അത് വീട്ടാൻ വേണ്ടിട്ട് വേറെ അടുത്ത് പോയാണ്ട് 200 രൂപ കടം വാങ്ങും. ആ 200 രൂപ കടം വാങ്ങി അത് വീട്ടാൻ അപ്പൊ 150 രൂപ കടം വീട്ടി കഴിഞ്ഞാൽ വീണ്ടും 50 രൂപ അവനക്ക് ലാഭം. അപ്പൊ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റിൽ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത് സംഭവം ക്യാഷ് ഉണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും, പക്ഷെ എല്ലാം തീർന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മൾ ഒരുപാട് മൈനസിലാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യൂല. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞോളൂ പെട്ടെന്ന്. എവിടെ പോയിന്ന് എല്ലാവരും? നിങ്ങൾ ഇതുപോലത്തെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. സുബ്രഹ്മണ്യൻ സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് 1-2 സാറിന് പറയാൻ പറ്റുമോ ബഡ്ജറ്റിങ്ങിന്? ഞാൻ 1-2 നോക്കിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഞാൻ 1-2 യൂസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് എനിക്ക് പേര് ഓർമ്മയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന തന്നെ ഉണ്ട്. ഒന്ന് ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ എനിക്ക് റിപ്പോർട്ടും കിട്ടും, മന്ത്ലി റിപ്പോർട്ട്, ഇയർലി റിപ്പോർട്ട്. നിങ്ങൾ എക്സ്പെൻസ് ക്യാഷിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാറ്റഗറി വൈസ് ഡൈവേർട്ട് ചെയ്യും. മാസം ഉണ്ടാക്കാൻ പറ്റും. ഏതിലാ പൈസ? അതിന്റെ പേര് ഡെയിലി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ സാർ, എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനൊരു ഇമോഷണൽ സ്പെൻഡർ ആണ്. അപ്പം ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി, പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അപ്പം ഈ ഒരു കാരണം ചില സമയങ്ങളിലൊക്കെ ഞാൻ വാട്സാപ്പിലെ ഓൺലൈൻ പ്രോഗ്രാംസിൽ കുറെ പൈസ കൊടുത്ത് അത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിനെന്താ സാർ ചെയ്യാ, നമ്മുടെ അതൊരു ഹാബിറ്റ് മാറ്റാൻ വേണ്ടിട്ട്? അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ, ഒന്ന് നമ്മൾ മന്ത്ലി നമ്മൾ പ്ലാൻ ചെയ്യാം. ഇപ്പോ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾക്കാണെങ്കിലും അതിന് എനിക്ക് മാക്സിമം ഞാൻ എത്രയാ സ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞൊരു സാധനം അങ്ങനെ മന്ത്ലി പ്ലാനിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം.
പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ നമുക്ക് ആരാണോ സെല് ചെയ്യുന്ന അവർ പറയും ഇന്ന് ഇത്ര ഓഫറാണ്, അതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. എത്ര തന്നെയാണെങ്കിലും ഇന്ന് ഇത്ര ഓഫർ ഉണ്ട്, അടുത്ത് ഇനിയിപ്പോ നാളെ ഒരു 200 രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിലും നമുക്ക് ആലോചിച്ചിട്ട് മാത്രം നാളെ പേ ചെയ്യാന്ന് പറഞ്ഞതിൽ അത് ഡിലേ ചെയ്യിപ്പിച്ചിട്ട് തീരുമാനം എടുക്കാന്ന് പറയുന്നൊരു സംഭവം ചെയ്യാം. കാരണം ഓഫറുകൾ അല്ലെങ്കിൽ അതൊക്കെ ആളുകൾ കൊണ്ട് പെട്ടെന്ന് തീരുമാനം എടുപ്പിക്കാനുള്ള, ഇമോഷണലി തീരുമാനം എടുപ്പിക്കാനുള്ള ടൂളുകളാണ് ഈ ഓഫറുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ടാക്കിൾ ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറെക്കുറെ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മന്ത്ലി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് വഴിയെ നമുക്ക് തന്നെ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് വരുന്നത് മനസ്സിലാവും. 2-3 മാസം നമ്മളത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ ഡിസിപ്ലിൻ ആയിട്ട് വരുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. സാറെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്യാലോ. പറയൂ. 81 81 29 29 66 66 25 25 15 15. 15. Thank you, sir. Bye. നല്ല ഫൈനാൻഷ്യലിന്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മുടെ മലയാളികൾ ഇപ്പൊ അടുത്ത് ഞാൻ വായിച്ചു, നബാർഡ് 65% മലയാളി കുടുംബങ്ങൾ കടത്തിലാണ്. 65%, 165 ഫാമിലി കടത്തിലാണ്. എല്ലാ EMI പിന്നാലെ പോയിട്ട് ഒരു വീട്, മലയാളിന്റെ 3 ഭൂതങ്ങളാണ് പറഞ്ഞത്: വീട്, വിവാഹം, വാഹനം. ഇതിലാണ് പൈസ പോകുന്നത്. അടുത്ത വീട്ടിൽ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് ചിരിക്കപ്പോഴില്ല. ഇവനത് അതിന്റെ മേലുള്ള ബ്രാൻഡ് വാങ്ങും. ഇവന്റെ കപ്പാസിറ്റി എന്താന്ന് പറഞ്ഞാൽ പിന്നെ കറക്റ്റ് ബഡ്ജറ്റിംഗ് ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമാനം നമുക്കറിയാൻ പറ്റും. വരുമാനം പറയല് കണ്ണീര് പോലാണ്, പക്ഷെ ചെലവ് വേർപ്പ് പോലെ. അത് എവിടുന്നെല്ലാം വരിക എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിനൊരു ബഡ്ജറ്റിംഗ് കൃത്യമായിട്ടുള്ള ഫാമിലി വളരെ കുറവാണ്. ഞാനടുത്ത് ഒരു അധ്യാപക ദമ്പതികൾ യാത്ര ചെയ്യുമ്പോൾ കുറെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവര് ഒരു ചെരുപ്പ് പൊട്ടിയിട്ടില്ല. അപ്പം അത് വാങ്ങാൻ അടുത്ത കൂടെയുള്ള കുട്ടി പറഞ്ഞു, മകൻ പറഞ്ഞു, ഇമാസം ബഡ്ജറ്റ് ഇല്ലട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എങ്ങനെ ആ കുട്ടിക്ക് അവനാണ് ദിവസം രാത്രി കണക്ട് ചെയ്തത്. അപ്പൊ ചില ഫാമിലിയിൽ അത്രയും ബോധവൽക്കരണം, അതായത് കുട്ടിക്കറിയാം വാപ്പന്റെ ഇമ്മന്റെ കണക്ക് പൈസ എത്ര വരുന്നത്, ചെലവ് എത്രയാണ്. അപ്പൊ അവന്റെ ബഡ്ജറ്റ് പോകാൻ ചെരുപ്പ് വാങ്ങാൻ ഇപ്രാവശ്യം റിപ്പയർ ചെയ്താൽ മതി. അപ്പം നമ്മളങ്ങനെ കുട്ടികളെ തന്നെ അങ്ങനെ വളർത്തി കൊണ്ടുവരികയാണെങ്കിൽ ഒരുവിധം രക്ഷപ്പെടാൻ പറ്റും. എല്ലാ EMIക്കാരും ഇപ്പൊ സാറ് പറഞ്ഞല്ലോ വോണ്ടർ നീഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സൂപ്പർ മാർക്കറ്റിൽ കയറിയാണ് മുമ്പ് കാണുന്ന സാധനം മുഴുവൻ വോണ്ടായിരിക്കും. നമ്മൾ അരിയും പഞ്ചസാരയും മൂലയിലായിരിക്കും. ഏത് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ കയറി നോക്കി, 2 സാധനങ്ങൾ മിക്കവാറും 90% ക്വാണ്ടിറ്റിപ്പെട്ട. നീട് വേണ്ട എന്താണ്, പഞ്ചസാര, അരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏതെങ്കിലും കോർണറിൽ നമ്മൾ തെരഞ്ഞു പോയി കൊണ്ടുവരണം. ഗുഡ് ക്ലാസ്. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. Okay. Thank you, Bashir sir. Thank you so much. മാജിക് മോർണിംഗ്. Okay, Mani sir പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എങ്ങനെ ഒരു നല്ല ചിട്ടയോട് കൂടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഹെൽത്തി അല്ലെങ്കിൽ മൈൻഡ്ഫുൾ പർച്ചേസർ ആകാൻ പറ്റും എന്നുള്ളത് ഈ ക്ലാസ്സോട് കൂടിയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്തിനൊക്കെ നമ്മൾ ചെലവാക്കണം, അത്യാവശ്യ സാധനങ്ങളുണ്ടോ, ആവശ്യമുള്ളതുണ്ടോ, നീട്ടി വെക്കാൻ പറ്റുന്നുണ്ടോ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നല്ല നല്ല എക്സാമ്പിൾ കൂടെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മള് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണം. അപ്പം മുമ്പേ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പർച്ചേസിന് പോവുക, അതിൽ ഇല്ലാത്തത് വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ അനലൈസ് ചെയ്യുക, അത് സാധനങ്ങൾ നമുക്ക് പിന്നീട് അത് എന്തൊക്കെ ഉപയോഗപ്രദമല്ലാത്തതിന് ചെലവാക്കിയിട്ടുണ്ട്, അടുത്ത മാസത്തിൽ അത് ശ്രദ്ധിക്കണം എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതേമാതിരി അതെങ്ങനെ നമ്മൾ മിക്കവാറും ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാനും. അപ്പോൾ സാർ പറഞ്ഞ മാതിരി 24 hour റൂളും 7 hour റൂളും ഒക്കെ വളരെ നമുക്ക് ഉപകാരം ചെയ്യുന്ന തരത്തിലുള്ള സംഗതികളാണ്.
അപ്പോൾ നമ്മളെ എന്ത് കാര്യങ്ങളും വാങ്ങുമ്പോഴും അതിനൊരു റിഗ്രറ്റ് ഉണ്ടാകാതെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ പണം ചെലവാക്കുമ്പോൾ അതിനുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് പേരുണ്ടല്ലോ, ഇന്നെന്ത് പറ്റി ആരും മുന്നോട്ട് വരാത്തത്? ബേസിക് മോർണിംഗ്. ഹലോ. ആ സിന്ധു മാം. ആ വേറെ ആരോ ഒരാള് പറയാൻ പോകുന്നല്ലോ. പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. കാരണം ഇന്നത്തെ കാലത്തുള്ള തലമുറക്കാര് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു 100 പേരെടുത്താൽ അതിലൊരു 10% പേര് ചെയ്യുന്നുണ്ടായിരിക്കാം. ബാക്കി 90% ആൾക്കാരും ലാവിഷായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് 2 മരുമക്കള്, 2 ആൺകുട്ടികളും അവരുടെ ഭാര്യമാരും. അതില് മൂത്ത ആള് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ കണ്ണി കണ്ടതൊക്കെ വാങ്ങിയിട്ട് വരും അവള് അവനും കൂടി പോയാല് അതങ്ങനെ വഴക്ക് പറയും. പക്ഷെ അവൾക്ക് കണ്ടതൊക്കെ മേടിച്ചു തരും. പക്ഷെ രണ്ടാമത്തെ മരുമകൾ അങ്ങനെയല്ല. അവള് പോയി അവൾ ആ സാധനം എടുത്ത് അതിന്റെ എന്താ പറയാ എല്ലാ ഡേറ്റും നോക്കി അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നോക്കി ദേഷ്യം വരും അവളെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ. ഇതേപോലെയാണ് സാധനങ്ങൾ വിൽക്കുക. അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കി എന്നിട്ടാണ് അവളൊരു സാധനം പർച്ചേസ് ചെയ്യുക. അപ്പൊ രണ്ടും 2 ടൈപ്പാ. അപ്പൊ നമ്മള് എപ്പോഴും പറയുന്നത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. നമ്മളെ സാമ്പത്തികത്തിൽ ഒതുങ്ങുന്ന, നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ നോക്കി വാങ്ങിച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാതെ കുറെ കൊണ്ടുവന്ന് വെച്ചിട്ട് നാശാക്കി കളഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പറയാനുള്ള കാരണം നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കിട്ടിയ അറിവുകളാട്ടാ. അതിന്റെ മുന്നേ വരെ എന്ന് പറഞ്ഞാൽ നമുക്കും അത് തോന്നിയിരുന്നില്ല. ഈ ക്ലാസ്സുകൾ ഒരു 3-4 വർഷമായിട്ട് ഞാൻ അതിലുള്ളത് കൊണ്ട് ക്ലാസ്സുകൾ കേൾക്കണോണ്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊരു ഉപകാരം ഇല്ലാതെ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് വരെ നമുക്ക് ചില സമയത്ത് തോന്നി പോകാറുണ്ട്. ചില സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവാറുണ്ട്. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ വേണം. കാരണം പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് കുറെ ലൈഫ് കഴിഞ്ഞു പോയി. ഇനിയിപ്പോ കുറച്ചും കൂടി ഉള്ളൂ നമുക്കൊക്കെ. പക്ഷെ ഇനിയുള്ള തലമുറക്കാരാണ് ശരിക്കും ഈ ക്ലാസ്സുകൾ കേൾക്കേണ്ടത്. അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ശ്രീത മാം ആയിരുന്നു അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. യെസ്. പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. വളരെ morning. നല്ല യൂസ്ഫുൾ ക്ലാസ് തന്നെ ആയിരുന്നു. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് സ്ത്രീകള് പോയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഇല്ലാത്ത സംഭവങ്ങൾ വാങ്ങിക്കും, സാധനങ്ങൾ വാങ്ങിക്കും എന്നുള്ളതാണ്. അത് കറക്റ്റ് ആണ് കേട്ടോ. എന്റെ കാര്യത്തിൽ കറക്റ്റ് ആണ്. കാര്യം നമ്മള് ഇപ്പൊ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് നമ്മളിപ്പോ ഇതുപോലെ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഒരു നിശ്ചിത എമൗണ്ട് ഇത്ര രൂപയ്ക്ക് എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ട് പോകും. പക്ഷെ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചിലപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്താവും, പക്ഷെ അത് ആവശ്യവും. അപ്പൊ അങ്ങനെ വാങ്ങിക്കും. അപ്പൊ നമ്മുടെ ആ എമൗണ്ടിൽ നിന്ന് കൂടും. അപ്പൊ അതെപ്പോഴും ഇവിടെ ഏട്ടനും പറയാറുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ ഇഷ്ടമായി. എന്തായാലും അത് ആ ഒരു കാര്യം തെറ്റാണെന്നുള്ളത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ മനസ്സിലായി. അതായത് നമ്മുടെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക, മറ്റുള്ളത് അടുത്ത പ്രാവശ്യം ആവാം എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞത് വളരെയധികം ഇഷ്ടമായി. അതുപോലെ യങ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊബൈലിന്റെ കാര്യം. അതായത് അവർക്ക് വരുമാനമില്ല, പക്ഷെ അവരുടെ കയ്യിലുള്ള മൊബൈൽ അത്രയും വില കൂടിയതാവും. പാരന്റ്സും അതിന് ചെറിയൊരു സപ്പോർട്ട് ഉണ്ടാവും. അല്ലാതെ എന്തായാലും ഇപ്പൊ അവർക്ക് അത് വാങ്ങിക്കാനുള്ള ഒരു വരുമാനം അവരുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പൊ അതും പാരന്റ്സ് ഒന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു കൺട്രോളിൽ വരുത്താൻ പറ്റും. ഓക്കെ സാർ, വളരെ നല്ലൊരു ക്ലാസ്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ശ്രീത മാം, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി ആരും ഫീഡ്ബാക്ക് പറയാനില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ടൈം നമുക്ക് ഓൾമോസ്റ്റ് 31 ആയി. സോ എന്ത് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും പറയണോ അതോ വൈൻഡപ്പ് ചെയ്യണോ? സോറി, ഒരു മിനിറ്റ്. ഹഫ്സിന മാം കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. യെസ് മാം, ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാവോ? ഓ, ഇൻട്രോഡ്യൂസ് ചെയ്യാവോ നിങ്ങളെ? ഓക്കെ, ചെയ്യാം. ഞാൻ അഫ്നിസ, കണ്ണൂരാണ് വീട്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്തത്. ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നതാ. ഹലോ. വർക്ക് ചെയ്യുന്നുണ്ടോ മാം?
ആ കേൾക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു? ഞാൻ ഇപ്പം ചെയ്യുന്നത് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഹലോ. ഓഡിബിൾ ആണ്. ഓക്കെ. സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു, ഞാൻ കേട്ടോണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇതില് സാറ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാറുള്ളൂ. അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം അത് എൻ്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. കാരണം അതുകൊണ്ട് എനിക്ക് ഇതുവരെയും മൂവ് ചെയ്യാൻ പറ്റും. ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. അട്രാക്ഷൻ തോന്നിയിട്ട് ഒരു സാധനം ഞാൻ വാങ്ങിക്കാറില്ല. പിന്നീട് അതെന്റെ ലൈഫിൽ അത് യൂസ്ഫുൾ അല്ലെങ്കിൽ അത് പിന്നീട് സാറ് പറഞ്ഞ പോലെ അതൊരു എന്താ പറയാ, നമുക്ക് വെറുതെ വാങ്ങിച്ചു, വെറുതെ പൈസ പോയി, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നതിലും നല്ലത് നമുക്ക് കുറച്ചുകൂടി ടൈം കൊടുത്തിട്ട് വാങ്ങിക്കാന്നുള്ളതാണ്. അത് നീഡല്ല വാണ്ട് എന്ന് പറഞ്ഞ ആ സാറ് പറഞ്ഞിട്ടില്ലേ, നീഡ് വാണ്ടു. അപ്പൊ ഈ വാണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെയാ ചെയ്യാറ്. അപ്പൊ അതൊന്നും അട്രാക്ഷൻ തോന്നിയിട്ട് വാങ്ങിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്റെ പാരന്റ് എന്ന് പറഞ്ഞാല് ചെറുതിലെ, കാരണം എന്ത് സാധനം കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത് അപ്പം വാങ്ങിച്ചു തരൂല. പിന്നീട് നമുക്ക് അതിനോട് എല്ലാ ഇഷ്ടങ്ങളും പോകൂലേ, പിന്നെ എന്താന്ന് അത് ചോദിക്കും, അത് വേണോ. പിന്നെ വേണ്ടാന്ന് പറയുമ്പോ അത് വാങ്ങിച്ചു തരൂലല്ലോ. പിന്നെ വാശി പിടിച്ച സാധനങ്ങൾ വാങ്ങിച്ചു തരാറില്ല, കാരണം വാശി അനുവദിച്ചു തരാറില്ല. അപ്പൊ അതിന്റെ ഒരു ഇത് ഇപ്പൊ നമ്മളെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി നമുക്ക്. അപ്പൊ അത് ഇപ്പൊ ചിന്തിക്കുമ്പോ അത് എത്രയോ നല്ല കാര്യങ്ങളായിരുന്നു എന്ന് തോന്നി. അപ്പൊ സാറ് പറയുമ്പോ അതൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു. കാരണം സാറ് പറഞ്ഞ കാര്യങ്ങള് അപ്പൊ സാറ് പറയുമ്പോ കുറച്ചുകൂടി നമുക്കതൊരു നല്ലൊരു ഫീലിങ്സ് ആയി. കാരണം കുറച്ചുകൂടി അറിവ് കിട്ടി, എങ്ങനെ ചെയ്യണം, എങ്ങനെ എന്തെല്ലാം പറ്റൂല, എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങള് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഇനിയും നമുക്ക് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാലോ എന്നുള്ള ആ ഒരു ഇത്. ആഫ്നിസ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ ഇതിലൊരു പാരന്റിങ് ആസ്പെക്ട്സ് കൂടെ ആള് പറഞ്ഞു. നമ്മൾ ചെറിയ കുട്ടികൾ ചിലപ്പോൾ മിഠായി ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സ്വീറ്റ്സ് എന്തെങ്കിലും ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ വാശി പിടിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസിലി അക്സസിബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു മിഠായി അവർക്ക് വാങ്ങി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അതൊരു ശീലമായിട്ട് മാറും. അതേ ഒരു സാധനം അവർ വാശി പിടിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അപ്പോൾ വാങ്ങി കൊടുക്കാതെ പിന്നീട് ആ ഒരു സ്നേഹം നമുക്ക് പിന്നീടും പ്രകടിപ്പിക്കാലോ. അവർ ചോദിച്ചത് വാങ്ങി കൊടുക്കാൻ സ്നേഹത്തിന്റെ കാര്യം. അപ്പൊ അത് പിന്നീട് അവർ ആ വാശിയെല്ലാം കഴിഞ്ഞ് അവരത് മറന്നതിന് ശേഷം കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തിനു വേണ്ടി വാശി പിടിക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് സത്യാണ് സർ. കാരണം അതുകൊണ്ട് ഇന്നേ വരെ നമ്മളെ ലൈഫിൽ വാശി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വാശി പിടിച്ച ഒരു കാര്യം നമ്മൾക്ക് ചെയ്തു തരൂല. അതെന്തുകൊണ്ടാ പറയാ, ഇന്ന് നീ ഈ സാധനം കണ്ട് വാശി പിടിച്ചു, അത് നിനക്ക് വാങ്ങിച്ചു തന്നിനെങ്കിൽ നാളെ വേറൊരു കാര്യം കണ്ട ഇതേ വാശി നിന്റെ ലൈഫ് ലോങ് വാശിയിലായിരിക്കും. കാരണം അത് കിട്ടണം, വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കും. അപ്പൊ എല്ലാം കിട്ടണം എന്നുള്ള അനാവശ്യങ്ങളും ആവശ്യങ്ങളും എല്ലാം ചെയ്തു തരണം എന്നുള്ള ഒരു വാശിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്ത കാര്യങ്ങളാണ്, അല്ലാണ്ട് സ്നേഹമില്ലായിട്ടോ ഇഷ്ടമില്ലായിട്ടോ ഒന്നുമല്ല. പക്ഷെ അത് നമ്മളെ ലൈഫിൽ ഇന്ന് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയൊരു ഉപകാരമായിരുന്നു അത്. നമുക്ക് ഒരു എന്താ പറയുക, ആ ഒരു രീതിയിൽ വാശിയോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പറ്റി അങ്ങനെ എന്താ പറയാ. അപ്പൊ എന്താ പറയാ, ആ പാരന്റ്സിന് മുമ്പ് എന്താ വാങ്ങിച്ചു തരാത്ത, എനിക്കെന്നാ വാങ്ങിച്ചു തന്നാലും എന്നുള്ളൊരു തോന്നല്. പക്ഷെ ഇപ്പം നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോ അതൊരു വലിയൊരു കാര്യമാണ് അവര് ചെയ്തത്, നമുക്കത് മനസ്സിലാവാൻ പറ്റും. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു ഹഫ്സന മാം. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ ഇനിയും ഇതുപോലെ ഫീഡ്ബാക്കുകളൊക്കെ പറഞ്ഞ എല്ലാ സെഷനും മാറ്റുന്ന ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് വരാം. ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവായിട്ട് തുടരുക. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലെ ഇനി? യെസ്, ഓക്കെ. അപ്പം ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സെഷൻ എടുത്ത് തന്നിട്ടുള്ള AR സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, sir. Thank you all.